സന്യാസിനിമാർ രണ്ടാംകിട പൗരന്മാരല്ലെന്നും കോവിഡ് ബാധിച്ചു മരിച്ച എല്ലാവർക്കും നൽകുന്ന നഷ്ടപരിഹാര തുക സന്യാസിനിമാർക്കും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും KCBC ജസ്റ്റിസ് പീസ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ. കോവിഡ് ബാധിച്ചു മരിച്ചത് സന്യാസിനിയെങ്കിൽ സർക്കാരിന്റെ നഷ്ടപരിഹാരം ഇല്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ ഷെക്കീന ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ്. സന്യാസികളും രണ്ടാംകിട പൗരന്മാരല്ലെന്ന് മാത്രമല്ല, അവരത്രയും സ്തുത്യർഹമായ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഗൗരവമായ പരിഗണന കൊടുക്കുകയും എല്ലാവർക്കും നൽകുന്ന ആനുകൂല്യം അല്പം പോലും കുറവ് കൂടാതെ തന്നെ ഈ നഷ്ടപരിഹാര തുക സന്യാസ സമൂഹത്തിന് നൽകാനായിട്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. കോവിഡ് ബാധിച്ചു മരിച്ചത് സന്യാസിനിയെങ്കിൽ സർക്കാരിന്റെ നഷ്ടപരിഹാരമില്ല. വിവിധ സന്യാസിനി സഭകളുടെ സുപ്പീരിയർമാർ അപേക്ഷ നൽകിയെങ്കിലും പലവട്ടം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും മാസങ്ങളോളം കാത്തിരുന്നിട്ടും സാങ്കേതിക കാരണങ്ങൾ നിരത്തി നഷ്ടപരിഹാരം നിഷേധിക്കുകയാണ്. കോവിഡിൽ മരിച്ച സന്യാസിനിമാർക്കായി നഷ്ടപരിഹാര തുകയ്ക്ക് അപേക്ഷ നൽകുന്നത് സന്യാസിനിമാരുടെ രക്ഷകർത്താവെന്ന നിലയിൽ ബന്ധപ്പെട്ട സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയറാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസിനി സഭയുടെ ഒരു പ്രൊവിൻസിൽ മാത്രം കോവിഡ് ബാധിച്ചു മരിച്ച 4 സന്യാസിനിമാരിൽ ആർക്കും നഷ്ടപരിഹാര തുക സർക്കാർ നൽകിയില്ല. സുപ്പീരിയർ അപേക്ഷ നൽകി 4 മാസം കഴിഞ്ഞപ്പോഴാണ് സന്യസ്തരുടെ മരണത്തിന് നഷ്ടപരിഹാര തുക ഇല്ലെന്ന സർക്കാർ അറിയിപ്പ് കളക്ടറേറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവർക്ക് മറുപടിയായി ലഭിച്ചത്. അപേക്ഷ നൽകുന്ന ഘട്ടങ്ങളിലൊന്നും സന്യാസിനിമാർക്ക് നഷ്ടപരിഹാരമില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സന്യാസിനിമാർ പറയുന്നു. കോവിഡിൽ മരിച്ചയാളുടെ നിയമപരമായ അനന്തരാവകാശിക്കാണ് നഷ്ടപരിഹാര തുക നൽകുന്നതെന്നാണ് സർക്കാർ വാദം. എന്നാൽ സന്യാസിനിമാരെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണ ചുമതല അവർ അംഗമായ കോൺഗ്രിഗേഷനാണ്. സന്യാസ സമൂഹങ്ങളിൽ നിന്നും മരണമടഞ്ഞവർക്ക് ആ തുക നിഷേധിച്ചിരിക്കുന്നു എന്നറിയുന്നത് തികച്ചും നീതിരഹിതമാണ്. സമൂഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച സേവനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് സന്യാസിനികളും അല്ലെങ്കിൽ സന്യാസിമാരുമൊക്കെ. അങ്ങനെയുള്ളവർക്ക് ആ തുക നൽകാതിരിക്കുക എന്ന തീരുമാനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതിന് സർക്കാർ ഭാഗത്തുനിന്നും പറയുന്ന കാര്യം അവർക്ക് അനന്തരാവകാശികളായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. സത്യത്തിലത് കൃത്യവിലോപമാണ്, തെറ്റായ കാഴ്ചപ്പാടാണത്. അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതാത് സന്യാസ സമൂഹങ്ങളുടെ സുപ്പീരിയേഴ്സാണ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ സംരക്ഷണം, അവരുടെ പഠനം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നത് ഒരു കുടുംബം എന്ന നിലയിൽ തന്നെ സന്യാസ സമൂഹങ്ങളാണ്. സന്യസ്തരുടെ ഉപരിപഠനത്തിനും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും കോൺഗ്രിഗേഷൻ സുപ്പീരിയർമാരാണ് രക്ഷകർത്താവ് എന്ന നിലയിൽ രേഖകളിൽ ഒപ്പുവെക്കുന്നത്. മരിച്ച സന്യസ്തരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും കൈപ്പറ്റുന്നതും സുപ്പീരിയർമാരാണ്. അതെല്ലാം സർക്കാർ സംവിധാനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് കോവിഡിൽ മരിച്ച സന്യസ്തരുടെ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലുള്ള അവഗണന. അപ്പോൾ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സുപ്പീരിയേഴ്സിനാണ് അത് കൈമാറപ്പെടേണ്ടത്. അനന്തരാവകാശികൾ തന്നെയാണ്. അത് ഔദ്യോഗികമായിട്ട് മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സിലും അങ്ങനെ തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതുപോലെ മറ്റിതര കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. ഈ കാര്യത്തിൽ വരുത്തിയിരിക്കുന്ന പിഴവ് കൃത്യമായിട്ട് സർക്കാർ ഇടപെട്ട് തിരുത്തേണ്ടതാണ്. രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ച ഏതൊരാളുടെയും കുടുംബത്തിന് 50,000 രൂപ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. BPL വിഭാഗത്തിലെ മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ 3 വർഷത്തേക്ക് പ്രതിമാസം 5,000 രൂപ വീതം പെൻഷൻ ലഭിക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേരിലുള്ള നഷ്ടപരിഹാരം സമയം പാഴാക്കാതെ നൽകണമെന്ന് സംസ്ഥാനങ്ങളോട് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഷെക്കീന ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം.